ഹലോ വെൽക്കം ടു മൈ ചാനൽ. കരുത്ത് കിളിക്കുടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ഹരീഷിന്റെ കടയിൽ പോയിട്ട് നീതു വീട്ടിൽ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൂടെ ടിറ്റോയും ചന്തുവും ഒക്കെ ഉണ്ട് ഇത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനായിട്ട് അടിപൊളി പണിയാണ് നമ്മളെ നീതു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കേട്ടിട്ട് എന്തായാലും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ ഹരീഷ്. കാരണം ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയാണല്ലോ നമ്മളെ നീതു എന്ന് ആലോചിച്ചിട്ട് അവനും നല്ല അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും പോലീസുകാർ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അച്ഛനും അമ്മയും ഭയങ്കര പാവമായിട്ടാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത്. എന്തേ നിങ്ങൾക്ക് ഇനിയും എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെയാണ് കേട്ടോ അച്ഛൻ പറയുന്നത്. എന്തായാലും അച്ഛനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ പരാതിയും ഇല്ല. അച്ഛൻ ഇനി ഇവരുടെ കൂടെ കൂടിയിട്ട് എന്നെ അടിക്കാനോ ചീത്ത വിളിക്കാനോ നിൽക്കാഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും പേടിച്ച് വരേണ്ടിയിരിക്കുകയാണ്. ചേട്ടനൊക്കെ ഒന്ന് കൊടുക്കണം എന്നുണ്ട്, അമ്മയ്ക്കും അത് തന്നെയാണ് അവസ്ഥ. പക്ഷെ ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്പെക്ടറുടെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അത് ഞാൻ വിളിച്ചു പറയും. അതുകൊണ്ട് വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട, അതുകൊണ്ട് ഇനി എന്നെ അടിക്കാനോ തല്ലാനോ ഒന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇവരും പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ അവിടെ ക്ലോസ് ആവുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നിധി പോയിട്ട് നമ്മളെ ഭാസ്കരൻ അച്ഛൻ്റെ അടുത്ത് സുഭാഷേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ ഇടയിലൊക്കെ നമ്മളെ സുനന്ദയുടെ കല്യാണത്തിന്റെ കുറച്ച് മുമ്പൊക്കെ വീട്ടിൽ സുഭാഷേട്ടൻ്റെ കല്യാണം ആലോചിക്കുന്ന തിരക്കുണ്ടായിരുന്നു. പക്ഷേ കൂടെ കൂടെ അത് ശരിയാവാതെ വന്നപ്പോൾ പിന്നെ എല്ലാവരും അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അതേക്കുറിച്ച് ആർക്കും ചിന്താഗതിയൊന്നും ഇല്ല എന്ന് ആലോചിച്ചിട്ട് വീണ്ടും നമ്മളെ സുഭാഷേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് അച്ഛനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ നിധി. അച്ഛൻ നിങ്ങൾ ഈ വീട്ടിലെ എല്ലാവരുടെയും അച്ഛനല്ലേ, അപ്പൊ സുഭാഷേട്ടൻ്റെ കാര്യത്തിൽ കുറച്ച് ചിന്താഗതിയൊക്കെ നിങ്ങൾക്കും വേണ്ടേ? സുഭാഷേട്ടന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കേണ്ട നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അതൊന്നും പറഞ്ഞ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങാത്ത എന്താ, നിങ്ങളൊരു അച്ഛനാണോ എന്നൊക്കെ ചോദിച്ച് അച്ഛനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറയുന്നത്, ഞാൻ എങ്ങനെ സുഭാഷേട്ടൻ്റെ കല്യാണം നടത്താൻ വേണ്ടി പോയ ആരെങ്കിലും പെണ്ണ് തരൂ? കാരണം ഈ നാട്ടിലുള്ള എല്ലാവരും എന്നെ ഒരു കൊലപാതകയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ പോയി ചോദിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടില്ല. നീ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചെന്ന് ചേട്ടന്മാരൊന്നും അറിയണ്ട, കാരണം അവർ നിനക്കിട്ടിട്ട് നല്ല ചീത്ത വിളിക്കും. കാരണം അതൊന്നും അവർക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? നിനക്ക് ജോലിക്ക് പോകുന്ന കാര്യമുണ്ടല്ലോ, അപ്പൊ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാനില്ലേ? വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല ചിത്രമൊക്കെ വരച്ച് കഴിവ് തെളിയിക്കാൻ നോക്കുക, അല്ലാതെ ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളടുത്ത് വന്ന് സംസാരിച്ച എന്നെ വേണം പറയാമെന്ന് നമ്മളെ നിധി പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ഓ നിന്നോട് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിധി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ആൾ നേരെ പോകുന്നത് സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും നികേഷിൻ്റെ അടുത്തേക്ക് കേട്ടോ. അവരാണെങ്കിൽ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഫോണിൽ ഓരോന്ന് നോക്കിയിട്ടും തമാശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കുറേ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ ചിരിച്ചിരുന്നോ? സുഭാഷേട്ടൻ്റെ കല്യാണക്കാരെ എല്ലാവരും മറന്നോ? സുഭാഷേട്ടൻ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലേ? ഇല്ലെങ്കിൽ അത് പറയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം എല്ലാവരും ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ ആരും ഇപ്പം അതേക്കുറിച്ചൊന്നും സംസാരിക്കാത്തതെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് ഇപ്പോൾ ആ കാര്യം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം സുനന്ദയുടെ കല്യാണത്തിന്റെ സമയത്ത്. അപ്പോൾ സുഭാഷേട്ടൻ്റെ മൈൻഡും ഓക്കെ അല്ലായിരുന്നു, അപ്പോൾ അതൊന്നും ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, ഓ ഇപ്പം എല്ലാ പ്രശ്നവും കൂടി എൻ്റെ തലയിൽ ഇട്ടല്ലേ, അത് വിചാരിച്ചിട്ട് തീരെ കല്യാണം നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അതേക്കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കുക, നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് മുതൽ തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നികേഷും നിധിയും കൂടി പോവുകയാണ്. നികേഷ് കോളേജിലേക്കും നിധി ജോലിക്കും പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ എടുത്തി പെട്ടെന്ന് നമ്മളെ സുഭാഷേൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്നോ, ആഹാ നല്ല ആൾക്കാരാണല്ലോ, ഇതേക്കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം എല്ലാവരും മറന്നു, അപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുക, ഞാൻ മാട്രിമോണിയിലൊക്കെ കൊടുക്കുന്നുണ്ട്, ബ്രോക്കർ മാത്രം ആലോചിച്ച് ഈ കല്യാണം ശരിയാവാൻ പോകുന്നില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മളെ സുഭാഷേട്ടനെ കല്യാണം കഴിപ്പിക്കണമെന്ന് നികേഷും പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയുള്ള കുട്ടി വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏടത്തിയെ പോലുള്ള ഒരാളെയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിധി എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെ അവർക്ക് എല്ലാവർക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിധിയെ പോലുള്ള ഒരാൾ മതിയെന്ന്. എന്തായാലും ആ ഒരു സംസാരം കഴിഞ്ഞ് അവർ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു പെൺകുട്ടി നമ്മളെ നികേഷിനെ നോക്കുന്നുണ്ട് കേട്ടോ. നികേഷിന് ആ പെൺകുട്ടിയുമായിട്ട് മുൻപരിചയം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പെൺകുട്ടി നന്നായിട്ട് നികേഷിനെ നോക്കുന്നുണ്ട്. നികേഷും നല്ല ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഇത് നിധി ശ്രദ്ധിക്കുന്നില്ല. നിധി അവനോട് സംസാരിക്കുന്നുണ്ട്, മറുപടിയൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇടയിൽ കൂടെയാണ് നമ്മളെ നികേഷ് അവളെ നോക്കുന്നത്. അവളും നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ നിധി എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവൾ നോക്കുന്നതൊക്കെ. അതിന്റെ മുൻപ് തന്നെ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ അത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, സുഭാഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹരീഷേട്ടന് ഓൾറെഡി സെറ്റ് ആണല്ലോ, സുധീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കും അത് കഴിഞ്ഞ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ നിധി ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. പോടാ അവിടുന്ന്, നീ നന്നായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങും, 28-29 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചേച്ചി അതൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആൾക്കും കല്യാണം കഴിക്കാൻ കുറച്ച് തിടുക്കുണ്ടെന്ന് മനസ്സിലായി.
എന്തായാലും അവന്റെ നോട്ടവും ഭാവവും ശരിയില്ലാന്ന് തോന്നുമ്പോൾ നമ്മളെ നിധിയും ശ്രദ്ധിക്കാൻ തുടങ്ങും ട്ടോ. അങ്ങനെ അവൻ നോക്കുന്ന പെൺകുട്ടിയെ നമ്മളെ നിധിയും കാണും. "അപ്പൊ ആരാടാ അത്? നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നതെന്ന്" ചോദിക്കുമ്പോൾ "നിനക്കെന്താ ചുറ്റിക്കളി" എന്നൊക്കെ ചോദിക്കുമ്പോൾ "ഞാനല്ലേ ഏട്ടത്തി നോക്കുന്നത്. ഏട്ടത്തി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ആ പെൺകുട്ടിയാണ് എന്നെ നോക്കുന്നതെന്ന്" പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ നിധി നോക്കുന്ന സമയത്ത് നികേഷിനെ ആ കുട്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇടയിൽ കൂടെ നികേഷും നോക്കുന്നുണ്ട് ട്ടോ. "നിനക്ക് ഈ പെൺകുട്ടിയെ നേരത്തെ അറിയുമെന്ന്" ചോദിക്കുമ്പോൾ "എന്തായാലും ഈ ഏരിയയിലുള്ള നമ്മളെ ഏരിയത്തെ കുട്ടിയല്ല. ഇനി വേറെ എവിടെയെങ്കിലും നിന്ന് വന്നതാണോന്ന് അറിയില്ലാന്ന്" പറയുമ്പോൾ "അപ്പൊ നിനക്ക് ഈ ഏരിയയിലുള്ള പെൺകുട്ടികളെയൊക്കെ നന്നായിട്ട് അറിയാന്ന്" പറയുന്നുണ്ട് ട്ടോ നിധി. "ആ ഏറെക്കുറെ എനിക്ക് എല്ലാവരെയും അറിയാന്ന്" പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ നികേഷും ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് തന്നെ അസ്സലായിട്ട് വായി നോക്കുന്ന ഒരാളാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. "എന്തായാലും നിനക്ക് കോളേജിൽ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ നിന്നെ നോക്കുന്നു എന്ന് പറഞ്ഞ അത് എന്തായിന്ന്" ചോദിക്കുന്നുണ്ട് ട്ടോ നിധി. "ഓ അവൾ എന്നെ ഇപ്പൊ ബ്രദറായിട്ടാണ് കാണുന്നതെന്ന്" പറയുമ്പോൾ നന്നായിട്ട് നമ്മളെ നിധി ചിരിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നോട്ടം നല്ല രസമുണ്ട് ട്ടോ. കാരണം അവളും നോക്കുന്നുണ്ട്, നികേഷും നോക്കുന്നുണ്ട്, നിധി ഇത് ആസ്വദിക്കുന്നൊക്കെ ഉണ്ട് ട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഹരീഷിന്റെ അടുത്ത് നമ്മളെ സുധീഷ് പറയുന്നുണ്ട് നിധിയുടെ ആധാർ കാർഡ് അവനാണ് എടുത്തു വെച്ചത്. കല്യാണത്തിന്റെ സമയത്ത് അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞത്. ഈ കാര്യമൊന്നും നിധിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഹരീഷ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല, കാരണം ഇത്രയും കാലം നിങ്ങൾ വെറുതെ നമ്മളെ ഏടത്തിയെ ആധാർ കാർഡിന് വേണ്ടി നടത്തിയില്ലേന്ന് ചോദിക്കുന്നുണ്ട് ട്ടോ. അന്നേരം സുധീഷ് പറയുന്നുണ്ട് വേറെ ഒന്നും ഉണ്ടല്ല, ആധാർ ആദ്യം ഉണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയിരുന്നു. പിന്നെ അത് മാത്രമല്ല അവള് നമ്മളെ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് മാറി താമസിച്ചു പോയേനെ. അതുകൊണ്ടാണ് എല്ലാം എൻ്റെ പ്രണയം കൊണ്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല സുധീഷേട്ടാ ഇഷ്ടം കൊണ്ട് ചെയ്യേണ്ടത്. ഇത് ഒരു തരം പിടിച്ചു വാങ്ങലല്ലേ. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവേണ്ടതല്ല എന്ന് പറയുന്നുണ്ട് ട്ടോ. അന്നേരം നമ്മളെ സുധീഷ് പറയുന്നുണ്ട് ഓ നിനക്ക് പ്രണയമൊക്കെ ആയപ്പോൾ നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാവരും സ്വാർത്ഥരായി പോയല്ലോ എന്ന്. എന്തായാലും ഹരീഷ് കാര്യം പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. സ്നേഹം ഒരാളുടെ അടുത്തുനിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവേണ്ടതല്ലേ. അതിന് വേണ്ടിയിട്ട് ഇമ്മാതിരി കളികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഏടത്തി കുറച്ചും കൂടി നേരത്തെ ഡിവോഴ്സ് വാങ്ങാൻ പോവുകയുള്ളൂ പറയുന്നുണ്ട് ട്ടോ. എന്തായാലും നമ്മുടെ സുഭാഷ് ചേട്ടന്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും സുധീഷ് ചേട്ടന്റെ ഡിവോഴ്സ് ഇപ്പൊ അടുത്ത് നടക്കുമല്ലോ. അതുകൊണ്ട് സുഭാഷ് ചേട്ടന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ട്ടോ. എന്തായാലും നമ്മുടെ സുധീഷിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം അവൻ ഇങ്ങനെ സ്നേഹം പിടിച്ചു വാങ്ങുന്ന പോലെ ഹരീഷിനും തോന്നിയ സ്ഥിതിക്ക് അവനും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നമ്മളെ നിധിക്ക് വേണ്ടിയിട്ടാണ്. നിധി ഒന്നും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ഇനി കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ട്ടോ. നികേഷിനും ആ പെൺകുട്ടിക്കും മുൻപരിചയം ഉള്ളതുപോലെയാണ് അവരുടെ നോട്ടവും ഭാവവും ഒക്കെ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും ഇനി ഹരീഷിന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമ്മളുടെ നികേഷിന്റെ കല്യാണം നടന്നു പോവോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കഥയിൽ ഇനിയും അതൊരു ട്വിസ്റ്റ് ആയിട്ട് വരൂ ഇല്ലേ എന്നൊക്കെ. എന്തായാലും ഇനി സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അനിയന്മാരൊക്കെ കുറച്ച് കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട്. കൂടെ ജാതകത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട് ട്ടോ. ഇവർക്ക് ജാതകം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അച്ഛനുമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.